നമസ്കാരം. സഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഗംഭീര വിജയം സ്വന്തമാക്കിയാലും T20 മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയിട്ട് പോലും കപിൽ ദേവ് സഞ്ജുവിനൊഴികെ ബാക്കിയുള്ളവർക്കെല്ലാം മികച്ച ആശംസകൾ നേർന്നിരിക്കുകയാണ്. സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് കപിൽ ദേവ്. കൊൽക്കത്തയിലെ ആവേശകരമായ വിജയത്തിന് ശേഷം ടീം ഇന്ത്യയെ അഭിനന്ദിച്ച കപിൽ ദേവ് സഞ്ജുവിൻ്റെ വ്യക്തിപരമായ പ്രകടനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് മുഖം തിരിക്കുകയാണ്. ഇത് സഞ്ജുവിനോടുള്ള അവഗണനയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഹാഷ്ടാഗുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിയല്ല, ടീമാണ് പ്രധാനമെന്നാണ് കപിൽ ദേവ് പറയുന്നത്. തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. സഞ്ജുവിൻ്റെ പ്രകടനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്രിക്കറ്റ് ഒരു ടീം ഗെയിമാണെന്നും ഒരു വ്യക്തിയെ മാത്രം പ്രശംസിക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇത് ടീമിന് വേണ്ടിയുള്ളതാണ്, ടീമിന് ആശംസകൾ നേരുന്നു, അല്ലാതെ ഒരു വ്യക്തിക്കല്ല. ഇപ്പോൾ നമ്മൾ കിരീടത്തിന് തൊട്ടടുത്താണ്, അവർക്ക് വിജയാശംസകൾ നേരുന്നു. ഇങ്ങനെയാണ് കപിൽ ദേവ് പറഞ്ഞിരിക്കുന്നത്. കപിൽ ദേവ് അവഗണിച്ചുവെങ്കിലും സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. T20 ലോകകപ്പിലെ ഒരു റൺ ചേസിൽ ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് സഞ്ജുവിൻ്റെ 97 റൺസ്. വിരാട് കോഹ്ലി 2 തവണ നേടിയ 82 റൺസ് എന്ന റെക്കോർഡാണ് സഞ്ജു മറികടന്നിരിക്കുന്നത്. കൂടാതെ T20 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റൺ ചേസുകൾ വിജയങ്ങളിലൊന്നായി ഇത് മാറിയിട്ടുമുണ്ട്. IPL-ലോ അന്താരാഷ്ട്ര T20-ലോ ഓപ്പണറായി ഇറങ്ങി സഞ്ജു ഒരു റൺ ചേസിൽ പുറത്താകാൻ നിൽക്കുന്നതും ആദ്യമായിട്ടാണ്. സഞ്ജുവിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ നേട്ടത്തെ അംഗീകരിക്കാൻ കപിൽ ദേവ് വിസമ്മതിച്ചതിന് മലയാളി ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയും തിളങ്ങുമ്പോൾ വരെ കപിൽ ദേവ് പ്രശംസകൾ കൊണ്ട് മൂടാറുണ്ടെങ്കിലും സഞ്ജു ഗംഭീര പ്രകടനം നടത്തി ഇന്ത്യയെ സെമിയിൽ എത്തിച്ചിട്ടും സഞ്ജുവിനെ അഭിനന്ദിക്കാൻ കപിൽ ദേവ് മടികാട്ടുന്നത് എന്തിനാണെന്നാണ് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർ ചോദിക്കുന്നത്. മാർച്ച് 5-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെ നേരിടാനിരിക്കെ ഈ വിവാദം ടീമിനുള്ളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ആരാധകർ ഉറ്റുനോക്കുകയാണ്. സഞ്ജു തൻ്റെ മറുപടി വീണ്ടും ബാറ്റിലൂടെ നൽകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സഞ്ജു സാംസന്റെ വെടിക്കെട്ട് ഫോം ഇന്ത്യക്ക് കരുത്താണെങ്കിലും ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർ ജോഫ്രെ ആർച്ചറെ നേരിടുന്നത് വെല്ലുവിളിയാവും. സഞ്ജുവിനെ ആർച്ചർ മുൻപ് 3 തവണ പുറത്താക്കിയിട്ടുണ്ട്. വാങ്കഡയിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് ശരാശരി 177 റൺസാണ് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ രാത്രിയിലെ മഞ്ഞുവീഴ്ച രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് ഗുണകരമായേക്കും. എങ്കിലും നാളെ നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് മത്സരം പൊടിമാറുമെന്ന് പ്രതീക്ഷിക്കാം. ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.